ഞാൻ പറഞ്ഞു ഞാനൊരു കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കാണ് എന്ന് പറഞ്ഞു. അച്ഛൻ കുറച്ചു നേരം സൈലന്റ് ആയിട്ട് നിന്നു. ഓക്കെ നിന്റെ ലൈഫാണ്, നീ മെച്ചേർഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പം നിനക്ക് ഏതാണോ ബെസ്റ്റ് നീ അതേ സെലക്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഫൈൻ. നമ്മള് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സാണ്, പക്ഷെ എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് മേ ബി ഞങ്ങൾ ഒരു സൊല്യൂഷനിലൊന്നും എത്തൂല, പക്ഷെ ഞങ്ങൾ എത്തിയ ഒരു സൊല്യൂഷൻ ഒരുമിച്ച് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു. ഒരു കാര്യം ചെയ്യതില് താലി കിട്ടുമ്പോ ഒന്ന് കിസ് ചെയ്യാൻ പറയൂ ഇവിടെ, അല്ലാണ്ട് നിർത്തരുത് കേട്ടോ. അതന്നെ ഇങ്ങനെ ചെയ്യണേ, വെറുതെ വെറുതെ വെറുതെ. हसणे तुझे झरते जसे चांदणे, इतके कुठे असते कुणी देखणे. ഇപ്പം ഭയങ്കര ഹാപ്പി എന്നെ കല്യാണം കഴിക്കുന്നതിൽ അല്ലേ? ആക്കെന്തായാലും ഒരു തൊടുന്ന പൊട്ട് തൊട്ടിട്ടുള്ളത് എന്തായാലും ഓരോ കാര്യങ്ങൾ മനസ്സ് കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ഞാൻ എങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാലും ഇവള് നല്ല രീതിക്ക് അണിഞ്ഞൊരുങ്ങി വരുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. We should wish Juttu all the best for this. She needs perfection in everything. ഔട്ട്ഫിറ്റ് എനിക്ക് കുറേ കാലമായിട്ടുള്ള ആഗ്രഹം, ഇങ്ങനെ ഷോള് വേണം, കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണം, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഈ ഒരു ഷോള് കൊടുത്തത് അതേമാതിരി കംപ്ലീറ്റ് ഒരു ടെമ്പിൾ ലുക്ക് ആൻറ്റിക് ജ്വല്ലേഴ്സിൽ വേണമെന്നുണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ നോസ്പിൻ ഭയങ്കര ആഗ്രഹത്തോടു കൂടി വെച്ചതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കുറേ കാലമായിട്ട് ആലോചിച്ച് കൂട്ടിയിട്ട് സെറ്റ് ചെയ്തു. നല്ല ടെൻഷൻ ഉണ്ട്. മെസ്സേജ് ഒന്നുമില്ല, നല്ല രീതിയിൽ ലൈഫ് പോവട്ടെ, ഇണക്കം പിണക്കൊക്കെ ഉണ്ടാവും. सर्वं
सदा